ഒമാനിൽ വാദിയിൽ കുളിക്കാനിറങ്ങിയ മലയാളി യുവാവ് മുങ്ങി മരിച്ചു. 26 വർഷം മുൻപ് ഒമാനിൽ പിതാവിന്റെ അപകട മരണം തനിയാവർത്തനമായി മകനും. മസ്കത്ത് നൈറ്റ്സിന് മുന്നോടിയായി മസ്കത്തിലെ 3 പാർക്കുകൾ അടച്ചിടും. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാദിയിൽ കുളിക്കാനിറങ്ങിയ മലയാളി മുങ്ങി മരിച്ചു. കാസർഗോഡ് മായിരെ മണിയമ്പാറ സ്വദേശി അബ്ദുള്ള ആഷിഖ് 22 മരിച്ചത്. മസ്കത്ത് സൂർ റോഡിലെ വാദിശാബിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങിപ്പോവുകയായിരുന്നു. ജോലി ആവശ്യാർത്ഥം അടുത്തിടെയാണ് അബ്ദുള്ള ആഷിഖ് ഒമാനിലെത്തിയത്. റൂവിയിലായിരുന്നു താമസം. അവിവാഹിതനാണ്. സൂർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മയ്യത്തിന്റെ തുടർ നടപടികൾ നടന്നുവരുന്നതായി KMCC കെയർ വിംഗ് അറിയിച്ചു. 1999 ഒമാനിലെ ഇബ്രിയിൽ ഡെലിവറി വാൻ മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് കോഴിക്കോട് കുറ്റ്യാടി പാലേറി ചെറിയ കുളമ്പം വാഴയിൽ അബ്ദുൾ ഹമീദ് മരണപ്പെടുന്നത്. അബ്ദുൾ ഹമീദ് ആയിരുന്നു അന്ന് വാഹനം ഓടിച്ചിരുന്നത്. കൂടെയുണ്ടായിരുന്ന ഒരാൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടിരുന്നു. 26 വർഷങ്ങൾക്കിപ്പുറം മകൻ അസ്ഹറിന്റെ ജീവൻ കൂടി അപകടത്തിലായതിന്റെ രൂപത്തിൽ പൊലിയുമ്പോൾ തീരാവേദനയുടെ നോവിലാണ് കുടുംബവും ബന്ധുക്കളും സുഹൃത്തുക്കളും. വ്യാഴാഴ്ച വൈകിട്ട് ഒമാനിലെ ഖാബൂറയിൽ ഉണ്ടായ വാഹനാപകടത്തിലാണ് അസ്ഹർ ഹമീദിന്റെ അപ്രതീക്ഷിത വിയോഗം. അസ്ഹർ സഞ്ചരിച്ച കാർ ഖാബൂറയിൽ വെച്ച് ഡിവൈഡറിൽ ഇടിച്ചായിരുന്നു അപകടം. അപകടത്തിന്റെ ആഘാതത്തിൽ യുവാവ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. മസ്കത്തിൽ ബിസിനസ് ചെയ്യുന്ന അസ്ഹർ ബിസിനസ് ആവശ്യാർത്ഥം സുഹാറിൽ നിന്ന് മടങ്ങവെയാണ് അപകടം. വെള്ളിയാഴ്ച ഉച്ചയോടെ ഖാബൂറ ആശുപത്രിയിൽ നിന്ന് നടപടികൾ പൂർത്തിയാക്കി മയ്യത്ത് ആമിറാത്തിലെ ഖബർസ്ഥാനത്തിലെത്തിച്ചു. വൈകിട്ട് നടന്ന അന്ത്യകർമ്മങ്ങളിൽ 100 കണക്കിന് പേർ പങ്കാളികളായി. മയ്യത്ത് നമസ്കാരത്തിന് റഷീദ് നേതൃത്വം നൽകി. മരണാനന്തര നടപടിക്രമങ്ങൾക്ക് പ്രവാസി വെൽഫെയർ ഒമാൻ നേതൃത്വം നൽകി. മസ്കത്ത് നൈറ്റ്സിന് മുന്നോടിയായി മസ്കത്തിലെ 3 പാർക്കുകൾ അടച്ചിടുന്നു. മസ്കത്ത് നൈറ്റ്സിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾക്കായാണ് പാർക്കുകൾ അടച്ചിടുന്നത്. ഖുറം പാർക്ക് വ്യാഴാഴ്ച മുതൽ അടച്ചിട്ടു. ഇതിനു പുറമെ നസീം ഗാർഡൻ, ആമിറാത്ത് പാർക്ക് എന്നിവ ഞായറാഴ്ച മുതൽ അടച്ചിടും. പാർക്കുകൾ അടച്ചിടുന്നത് മൂലമുള്ള സൗകര്യങ്ങളിൽ പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി അറിയിച്ചു. അറബ് മേഖലയിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ചൂടേറിയ വർഷമാണ് കഴിഞ്ഞുപോയതെന്ന് ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട്. ആഗോള ശരാശരിയേക്കാൾ ഇരട്ടി വേഗത്തിലാണ് മേഖല ചൂടാകുന്നതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 2024 അറബ് മേഖലയിലെ താപനില വിശകലനം ചെയ്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ചില പ്രദേശങ്ങളിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസ് കടന്നതായും ഇതോടൊപ്പം തീവ്രമായ ഉഷ്ണതരംഗങ്ങൾ, വരൾച്ച, അതിമഴ എന്നിവ വർദ്ധിച്ചതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. WMO പുറത്തിറക്കിയ സ്റ്റേറ്റ് ഓഫ് ദി ക്ലൈമറ്റ് ഇൻ ദ അറബ് റീജൻ 2024 എന്ന സമഗ്ര റിപ്പോർട്ടിലേതാണ് വിവരങ്ങൾ. അടിയന്തര നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം കൈകാര്യം ചെയ്യാനാവാത്തത്ര ചൂടുള്ള കാലഘട്ടത്തിലേക്ക് മേഖല കടക്കുകയാണെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ദേശീയ കാലാവസ്ഥാ സേവനങ്ങൾ, കാലാവസ്ഥാ കേന്ദ്രങ്ങൾ, UN ഏജൻസികൾ, ശാസ്ത്രീയ വിദഗ്ധർ എന്നിവരുടെ ഡാറ്റ അടിസ്ഥാനമാക്കിയുള്ള അറബ് മേഖലയ്ക്കായുള്ള ആദ്യത്തെ സമഗ്ര സ്റ്റേറ്റ് ഓഫ് ദി ക്ലൈമറ്റ് റിപ്പോർട്ടാണിത്. ആഗോള ശരാശരിയേക്കാൾ ഇരട്ടിയാണ് താപനില ഉയരുന്നതെന്നും ഇത് കൈകാര്യം ചെയ്യാൻ അത്യന്തം പ്രയാസമാണെന്നും അധികൃതർ അറിയിച്ചു. 2024 അതികാലാവസ്ഥാ സംഭവങ്ങൾ 38 ലക്ഷം ആളുകളെ ബാധിച്ചു. ചൂട് തരംഗങ്ങളും വെള്ളപ്പൊക്കങ്ങളും മൂലം 300-ലധികം പേർ മരിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.